ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല, അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള ജില്ലയും വയനാട്. വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ഭൂമികയാണ് സത്യം പറഞ്ഞാൽ വയനാടിനുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും ദുർബലമായ ഒരു ജില്ല കൂടിയാണ് വയനാട്. ജയം സുനിശ്ചിതമാണ് എന്ന് വിചാരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തോൽവി ഉറപ്പാണ് എന്ന് വിചാരിച്ച സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് 3-ൽ 2 സീറ്റുകളെങ്കിലും UDF നിലനിർത്താനാണ് സാധ്യത. മൂന്നാമത്തെ സീറ്റും അവർ പിടിച്ചെടുത്താലും നമുക്ക് അത്ഭുതത്തിന് അവകാശമില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് വയനാട്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല, അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള ജില്ലയും വയനാട്. വയനാട് ജില്ല അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുകൊണ്ടാണ് അങ്ങനെ ഒരു ജില്ല രൂപീകരിക്കേണ്ടി വന്നത്. ഇപ്പോൾ വയനാട് ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ പ്രദേശങ്ങൾ 1980-81 വരെ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമായിട്ട് സ്ഥിതി ചെയ്തിരുന്നതാണ്. ഇതിൽ മാനന്തവാടി കണ്ണൂർ ജില്ലയിലും കൽപ്പറ്റയും സുൽത്താൻ ബത്തേരിയും കോഴിക്കോട് ജില്ലയിലും വരുന്നു. ഇതിൻ്റെ ഒരു പരാധീനത എന്ന് വെച്ചാൽ ഈ ചുരം കടന്നിട്ട് വേണം വയനാട്ടിലെത്താൻ. അത് ഭൂമിശാസ്ത്രപരമായിട്ടും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വേറിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഈ മേഖലയുടെ സമഗ്രമായ പുരോഗതിയും വികസനവും ലാക്കാക്കിയിട്ടാണ് 1980-81 കാലത്ത് അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന PS ശ്രീനിവാസനും മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരും മുൻകൈയെടുത്ത് വയനാട് കേന്ദ്രമായിട്ട് ഒരു ജില്ല രൂപീകരിച്ചത്. ഒരുപാട് ബാലാരിഷ്ടതകളൊക്കെ പിന്നിട്ടിട്ടാണ് ജില്ല ഇന്നിപ്പോൾ കാണുന്ന രൂപത്തിലെങ്കിലും എത്തിയത്. കൽപ്പറ്റയാണ് ജില്ലയുടെ ആസ്ഥാനം. ഇപ്പോഴും ദുർഗമമായ ഒരുപാട് സ്ഥലങ്ങൾ അവിടെയുണ്ട്. ആദിവാസികളടക്കം പാർശ്വവൽക്കരിക്കപ്പെട്ട വലിയ ജനവിഭാഗം അവിടെയുണ്ട്. കുടിയേറ്റക്കാരുണ്ട്, തദ്ദേശീയരുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ഭൂമികയാണ് സത്യം പറഞ്ഞാൽ വയനാടിനുള്ളത്. വയനാട് ജില്ലയെ സംബന്ധിച്ചും പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമാണ്. മുസ്ലിം ലീഗിനും ശക്തമായ പോക്കറ്റുകളുണ്ട്. പിന്നെ ഇതിൽ 3-ൽ 2 മണ്ഡലങ്ങൾ നിലവിൽ പട്ടിക വർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ട്, പ്രധാനമായിട്ടും ആദിവാസികൾക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്യപ്പെട്ടവയാണ്. കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളിൽ പട്ടിക വർഗ്ഗക്കാർക്ക് സംവരണം ചെയ്തിട്ടുള്ള 2 സീറ്റുകൾ, ഒന്ന് മാനന്തവാടിയും മറ്റൊന്ന് സുൽത്താൻ ബത്തേരിയുമാണ്. നേരത്തെ മാനന്തവാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആണ് സുൽത്താൻ ബത്തേരി കൂടി ആ കൂട്ടത്തിൽ പെടുത്തിയത്. ഇപ്പോൾ നിലവിൽ ഒരു ജനറൽ സീറ്റ് എന്ന് പറഞ്ഞിട്ട് കൽപ്പറ്റ മാത്രമുള്ളൂ. കൽപ്പറ്റയിൽ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് സാമാന്യ ശക്തിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി ജനതാ പാർട്ടി ആയപ്പോഴും പിന്നീട് ജനതാദളായപ്പോഴും പിന്നീട് രാഷ്ട്രീയ ജനതാദളായപ്പോഴും ഒക്കെ അവിടെ സോഷ്യലിസ്റ്റ് നേതാക്കളായ നമ്മുടെ MP വീരേന്ദ്രകുമാറും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രേയംസ് കുമാറും ഒക്കെ മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി. വീരേന്ദ്രകുമാർ അവിടെ നിന്ന് വിജയിച്ചിട്ടുണ്ട്, പിന്നീട് ശ്രേയംസ് കുമാറും വിജയിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ ആ സീറ്റ് കോൺഗ്രസിൻ്റെ കൈവശമാണ് ഉള്ളത്. കോൺഗ്രസിൻ്റെ T സിദ്ദിഖാണ് ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും ദുർബലമായ ഒരു ജില്ല കൂടിയാണ് വയനാട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ജയിച്ചിട്ടുണ്ട്, മാനന്തവാടിയിലും ജയിച്ചിട്ടുണ്ട്. നിലവിൽ മാനന്തവാടി MLA CPM കാരനാണ്, മന്ത്രിയുമാണ്, OR കേളു. പക്ഷേ അത് കണക്കാക്കേണ്ടതില്ല. പൊതുവേ തന്നെ CPM ദുർബലമായ ഒരു ജില്ലയാണ് വയനാട്. കോൺഗ്രസ് സാമാന്യത്തിലും ശക്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മാത്രം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ജയം ഉറപ്പാണ് എന്ന് വിചാരിക്കാൻ പറ്റുകയില്ല. പലപ്പോഴും ജയം സുനിശ്ചിതമാണ് എന്ന് വിചാരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തോൽവി ഉറപ്പാണ് എന്ന് വിചാരിച്ച സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം കൽപ്പറ്റയിലേക്ക് പോകാം. കൽപ്പറ്റ മണ്ഡലത്തിൽ നേരത്തെ പറഞ്ഞ പോലെ സിദ്ദിഖാണ് സ്ഥാനാർത്ഥി. സിദ്ദിഖ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് അവിടെ MLA ആണ്. എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അത് മിക്കവാറും നമ്മുടെ രാഷ്ട്രീയ ജനതാദളിൻ്റെ ആളായിരിക്കാനാണ് സാധ്യത. കാരണം ഇത്തവണ ശ്രേയംസ് കുമാർ സ്ഥാനാർത്ഥി അല്ല എന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ജനതാദളിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കും. സാധാരണഗതിയിൽ ജയിക്കുക അത്ര എളുപ്പമല്ല. കാരണം എന്ന് വെച്ചാൽ പൊതുവേ UDF ട്രെൻഡാണ്. പിന്നെ പൊതുവേ കൽപ്പറ്റ ശക്തമായ കോൺഗ്രസ് മണ്ഡലമാണ്. അതിലുപരി T സിദ്ദിഖ് സാമാന്യം ജനപ്രിയനായ ഒരു MLA-യുമാണ്. പിന്നെ ഇനി വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ആൾ CPM-കാർ അത്ര ഹൃദയപൂർവ്വം സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പരാധീനതകളുള്ളതുകൊണ്ട് ആ സീറ്റ് UDF നിലനിർത്താനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. സുൽത്താൻ ബത്തേരിയുടെ കാര്യം വളരെ ഒന്നും വ്യത്യസ്തമല്ല. സുൽത്താൻ ബത്തേരിയിൽ
നിലവിൽ കോൺഗ്രസ് MLA ആണ്. കോൺഗ്രസിൻ്റെ IC ബാലകൃഷ്ണനാണ്. പക്ഷേ ബാലകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഒരു പ്രാദേശിക നേതാവിൻ്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് ബാലകൃഷ്ണനെ പ്രതിയാക്കിയൊക്കെ ചേർന്നു. അപ്പോൾ IC ബാലകൃഷ്ണൻ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. സിറ്റിംഗ് MLA-മാരെല്ലാവരും മത്സരിക്കുന്ന കൂട്ടത്തിൽ ബാലകൃഷ്ണനുമുണ്ട്. അവിടെ CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥി, അതും പട്ടിക വിഭാഗത്തിൽ നിന്ന് തന്നെ ആയിരിക്കും, വരികയും വലിയ മത്സരം ഉണ്ടാക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇത് തന്നെയാണ് ഏറെക്കുറെ മാനന്തവാടിയിലും കാണുന്നത്. പക്ഷേ മാനന്തവാടിയിൽ കഴിഞ്ഞ 2 തവണയും മത്സരിച്ചത് എതിർ സ്ഥാനാർത്ഥി നമ്മുടെ PK ജയലക്ഷ്മിയായിരുന്നു. ജയലക്ഷ്മി ഒരു തവണ അവിടെ നിന്ന് ജയിച്ചു, പിന്നെ 2 തവണ അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടു. OR കേളുവാണ് CPM-ൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു. നിലവിൽ മന്ത്രിയാണ്. മന്ത്രിയായിരുന്നപ്പോഴും വലിയ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കാത്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കേളുവിന് പൊതുവെ ജനസാമാന്യത്തിനിടയിൽ ഒരു ഭേദപ്പെട്ട അഭിപ്രായവും പ്രതിച്ഛായമുണ്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അവിടെ CPM-ന് വീണ്ടും ജയസാധ്യതയുണ്ട്. മറ്റു മണ്ഡലങ്ങളിലൊക്കെ തൽസ്ഥിതി തുടരാനാണ് സാധ്യത എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ ഇത് കൂടാതെ അവിടെ ഈ കർഷക കൂട്ടായ്മകളെ പ്രതികരിക്കുന്ന സ്ഥാനാർത്ഥികളും വരാൻ സാധ്യതയുണ്ട്. നേരത്തെ ഇൻഫാം മൂവ്മെൻറ്റൊക്കെ ശക്തമായിരുന്നു. പിന്നീട് ഈ കർഷകരുടെ ഈ എന്താണ് പലിശക്കാരുടെ വലിയ അതിക്രമങ്ങൾക്ക് വിധേയരാകുന്ന കർഷകരെ സഹായിക്കുന്ന ചില സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഘടനകളൊക്കെ അവിടെ സജീവമായിട്ടുണ്ട്. അവരുടെ പ്രതിനിധികൾ മത്സരിക്കും എന്ന് നമുക്കറിയില്ല. പിന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം BJP ഒരു വലിയ പ്രബല ശക്തി ആയിരുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമീപകാലത്ത് നമ്മുടെ പ്രിയങ്ക ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ BJP ശക്തമായ രീതിയിൽ എതിർപ്രചരണം നടത്തിയിരുന്നു എന്ന് മാത്രമല്ല, സുൽത്താൻ ബത്തേരിയിൽ തോറ്റുപോയ CPI സ്ഥാനാർത്ഥിയും 3ാം സ്ഥാനത്ത് വന്ന BJP സ്ഥാനാർത്ഥിയും തമ്മിൽ വളരെ കുറഞ്ഞ മാർജിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് BJPയുടെ പ്രവർത്തനം ഈവൻ വയനാട് ജില്ലയിൽ പോലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വളരെ കൃത്യമായൊരു സന്ദേശമാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകുന്നത്. ഇന്നത്തെ നിലയ്ക്ക് 3-ൽ 2 സീറ്റുകളെങ്കിലും UDF നിലനിർത്താനാണ് സാധ്യത. 3ാമത്തെ സീറ്റും അവർ പിടിച്ചെടുത്താലും നമുക്ക് അത്ഭുതത്തിന് അവകാശമില്ല.